റഷ്യയ്ക്ക് പകരം വെനിസ്വേലയിൽ നിന്ന് ഭാരതം എണ്ണ വാങ്ങും എന്നുള്ള ആ ഒരു പ്രസ്താവനയോടാണ് മാധ്യമപ്രവർത്തകർ ഏറ്റവും അധികം ചോദ്യങ്ങൾ ചോദിച്ചത്. പക്ഷേ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയാണ് പ്രധാനം. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഐസൺ ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. ഐസൺ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ സമ്മേളനമാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഭാരതത്തിന്റെ നിലപാട്, പുതിയ ഈ ട്രേഡ് സാഹചര്യത്തിൽ എന്താണ് ഭാരതം വിശദമാക്കുന്നത്? ഭാരതത്തിൻ്റെ എണ്ണ ഇറക്കുമതി സംബന്ധിച്ച് അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കുന്നത് ഭാരതത്തിൻ്റെ ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എന്താണോ തീരുമാനമെടുക്കേണ്ടത് ആ സാഹചര്യത്തിനനുസരിച്ചാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു വിദേശകാര്യ വക്താവ്. അദ്ദേഹം തന്നെ വ്യക്തമാക്കിയത് 140 കോടി ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികളായിരിക്കും ഭാരതം സ്വീകരിക്കുക. ഭാരതത്തിൻ്റെ നയതന്ത്ര ആശയങ്ങളിൽ പോലും അത് വളരെ കൃത്യമായുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല. 2 വിഷയങ്ങളാണ് ഇക്കാര്യത്തിൽ അദ്ദേഹം പരാമർശിച്ചു കൊണ്ടുവന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശം എന്ന് പറയുന്നത് വെനിസ്വേലയിൽ നിന്നും ഭാരതം എണ്ണ വാങ്ങുമോ എന്ന കൃത്യമായൊരു ചോദ്യം വന്നിരുന്നു. വെനിസ്വേല ഭാരതത്തിൻ്റെ ദീർഘകാല സുഹൃത്താണ്, ആവശ്യമെങ്കിൽ അത്തരം കാര്യങ്ങൾ ആലോചിക്കുമെന്നും അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. എന്നാൽ മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, വെനിസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുൻപ് അത് അമേരിക്ക വഴി, അതായത് നിലവിൽ നമുക്കറിയാവുന്നതാണ് അമേരിക്ക ഒരു അധീശത്വം സ്ഥാപിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അമേരിക്ക ഒരു നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യമുണ്ട് വെനിസ്വേലയെ. വെനിസ്വേലയിൽ നിന്നുള്ള എണ്ണ ഏറ്റെടുത്ത് മറ്റു രാജ്യങ്ങൾക്ക് വിതരണം ചെയ്യുന്നത് ആ ഉത്തരവാദിത്വം നിർവഹിക്കുമെന്നും അമേരിക്ക അറിയിച്ചിരുന്നു. ട്രംപ് തന്നെ അറിയിച്ചിരുന്നു. അത്തരത്തിലാണോ എണ്ണ വാങ്ങുക എന്നത് സംബന്ധിച്ച ചോദ്യത്തിന് വ്യക്തമായൊരു മറുപടി അദ്ദേഹം നൽകിയിട്ടില്ല. തീർച്ചയായും അത്തരമൊരു സാഹചര്യത്തോട് അനുകൂല നിലപാടല്ല ഭാരതത്തിനുള്ളത് എന്നാണ് നേരത്തെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ താൽക്കാലിക ഉപരോധത്തെ തുടർന്ന് പലതവണയായി 2019 അതുപോലെ തന്നെ 2024 ഇത് നിർത്തിവെക്കുകയും പിന്നീട് തുടരുകയും ഒക്കെ ചെയ്ത് ചരിത്രമുണ്ട് എങ്കിൽ കൂടി നിലവിലെ സാഹചര്യത്തിൽ വെനിസ്വേലയിൽ നിന്നും എണ്ണ വാങ്ങേണ്ടത് ഭാരതത്തിൻ്റെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് അനിവാര്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ അത് ചെയ്യും, അല്ലെങ്കിൽ അതിനനുസരിച്ച് തീരുമാനമെടുക്കുമെന്ന ഒരു നിലപാടാണ് അദ്ദേഹം അറിയിച്ചത്. മറ്റൊരു പ്രധാന വിഷയം ക്രിട്ടിക്കൽ മിനറൽസുമായി ബന്ധപ്പെട്ടതാണ്. എസ് ജയശങ്കർ നടത്തിയ സമൂഹ മാധ്യമ പോസ്റ്റിൽ എഴുതിയ വിശദീകരണങ്ങൾ എല്ലാം തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമായി നമുക്കറിയാവുന്നതാണ്. ക്രിട്ടിക്കൽ മിനറൽസിൻ്റെ, അതായത് ഈ ധാതുക്കളുടെ ആവശ്യം സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കുന്നതിനും കാര്യക്ഷമമായ അതിൻ്റെ ലഭ്യത ഉറപ്പാക്കുന്നതിനും രാജ്യങ്ങളെല്ലാം ചേർന്ന് കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടത്തണം എന്നൊരാവശ്യമാണ് ക്രിട്ടിക്കൽ മിനറൽസ് മിനിസ്റ്റീരിയൽ മീറ്റിംഗിൽ അദ്ദേഹം ഇന്ന് അറിയിച്ചത്. അത് അദ്ദേഹം കൃത്യമായി വിശദീകരിക്കുകയും ചെയ്തു. മറ്റൊരു സുപ്രധാന വിഷയം അതുമായി ബന്ധപ്പെട്ട്, ക്രിട്ടിക്കൽ മിനറൽസ് മിനിസ്റ്റീരിയൽ മീറ്റിംഗുമായി ബന്ധപ്പെട്ട് 54ഓളം രാജ്യങ്ങൾ പങ്കെടുത്തു എന്ന വിശദാംശവും വിദേശകാര്യ വക്താവ് നൽകുകയും ചെയ്തു. അത് മാത്രമല്ല, അന്താരാഷ്ട്ര ധാരണകൾ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന നിലപാടും അറിയിച്ചു. പിന്നീട് വന്നത് ഏറ്റവും നിർണായകമായ ഘടകമാണ്. 2 വ്യാപാര ധാരണകളാണ്, അതായത് ഫ്രീ ട്രേഡ് സ്വതന്ത്ര വ്യാപാര കരാറും അതുപോലെ തന്നെ ഈ 18% 25% നിന്നും 18% താരിഫ് നിയന്ത്രിച്ച ഒരു തീരുമാനവുമാണുള്ളത്. ഈ 2 തീരുമാനങ്ങളിൽ രണ്ടാമത്തെ തീരുമാനത്തിന്, അതായത് 18% താരിഫ് ചുരുക്കിയ ആ നിലപാടിനുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നടക്കുന്നു എന്നാണ് അറിയിക്കുകയും ചെയ്തത്. 2, 3, 4 ദിവസങ്ങൾക്കുള്ളിൽ ഇത് സംബന്ധിച്ച് അന്തിമ രൂപങ്ങൾ ഉണ്ടാകുമെന്നും അറിയിച്ചു. അതുപോലെ തന്നെ യുക്രൈൻ വിഷയത്തിലും വാണിജ്യ ബന്ധങ്ങൾ സംബന്ധിച്ചും ചർച്ച ചെയ്യുന്നതിന് ഈ 3 കോൺഗ്രസ് അംഗങ്ങൾ, 2 റിപ്പബ്ലിക്കൻ അംഗങ്ങളും 1 ഡെമോക്രാറ്റിക് അംഗവും എത്തിയെന്ന സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. അതായത് വിദേശകാര്യമന്ത്രിയുമായൊക്കെ കൂടിക്കാഴ്ച നടത്തി അമേരിക്കയിൽ നിന്നുള്ള കോൺഗ്രസ് അംഗങ്ങളെന്നും അവർ വിദേശകാര്യമന്ത്രിയുമായി നേരിട്ട് സംസാരിക്കുകയും ഉഭയകക്ഷി ബന്ധങ്ങളും യുക്രൈൻ വിഷയവും ഉൾപ്പെടെ ചർച്ച ചെയ്തു എന്നും വാണിജ്യ ബന്ധങ്ങൾ സംബന്ധിച്ച് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച 2 വാണിജ്യ കാര്യങ്ങൾ സംബന്ധിച്ചും കൃത്യമായ ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നും അറിയിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ, സ്വതന്ത്ര വ്യാപാരി കരാറുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായൊരു അറിയിപ്പും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഈ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു കഴിഞ്ഞു. തീരുമാനങ്ങൾ 2 രാജ്യങ്ങളും ആ ധാരണകളിൽ ഒപ്പുവെക്കുന്ന ചടങ്ങുകളെല്ലാം തന്നെ, അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അവസാനിച്ചു. അത്തരത്തിലുള്ള ഫിസിക്കലായി ഓരോ രാഷ്ട്രങ്ങളിലും എത്തിച്ചേരേണ്ട ഉത്തരവാദിത്തങ്ങളെല്ലാം തന്നെ നിർവഹിച്ചു കഴിഞ്ഞു. ഇനി ഓഫീസ് തലത്തിലുള്ള പ്രവർത്തനങ്ങളാണ്, അതായത് നയതന്ത്ര തലത്തിലും അതത് രാജ്യങ്ങളുടെ അംഗീകാരം ലഭിക്കേണ്ടത്. അത്തരത്തിലുള്ള ചില നീക്കങ്ങളും നടപടികളുമുണ്ട്. അത്തരം നടപടികളാണ് ഇനിയുള്ളത്. അത് തുടരുകയാണ്. വൈകാതെ തന്നെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര ധാരണ നടപ്പിലാവുമെന്നും വിദേശകാര്യ വക്താവ് അറിയിക്കുന്നുണ്ട്. ഈ തിങ്കളാഴ്ച പിന്നീട് ട്രംപുമായി സംസാരിച്ച വിഷയവും പകരച്ചുങ്കം കുറച്ചത് സംബന്ധിച്ച അന്തിമ തീരുമാനം അറിയിച്ചതും കൃത്യമായി പറയുകയും ചെയ്തു. അടിസ്ഥാന താരിഫ് 18% തന്നെ നിലനിർത്തുമെന്ന് അമേരിക്ക ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും വിദേശകാര്യ വക്താവ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നീലിമ, ഭാരതം US വ്യാപാര കരാർ വ്യാപാര രംഗത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായും എണ്ണ ഇറക്കുമതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് മാധ്യമപ്രവർത്തകരിൽ നിന്നും ഉണ്ടായത്. പ്രധാനമെന്ന് പറയുന്നത് 140 കോടി ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷ, അത് ഉറപ്പാക്കുകയാണ് ഇന്ത്യയുടെ നയം എന്ന് വിദേശകാര്യ വക്താവ് പറയുകയുണ്ടായി. ഐസൺ ജോസാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.